ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രകടമായിരുന്നു. അവസാനത്തെ 3-4 ദിവസം ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. 2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിന്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ UDF തൂത്തുവാരും. ഞാൻ പറഞ്ഞു കഴിയട്ടെ. രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഈ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ എതിർത്തവർ, നഖശികാന്തം എതിർത്തവർ, SFIയുടെ കേരളത്തിലെ സ്ഥാപക പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ തുടർഭരണത്തിനെതിരായി UDF-ന് കൂടെ കൈകോർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, CPI സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ തുടർഭരണത്തിനെതിരാണ്. തുടർഭരണം വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശവക്കുഴി തോണ്ടും. കേരളത്തിൽ ബംഗാളിലെ പരമദയനീയമായ സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ തോറ്റാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷക്കാർ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ഇത്തവണ ശരി, ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇവിടെ ഭരണപക്ഷം ഏറ്റുവാങ്ങുമെന്നുള്ളതാണ് AK ആന്റണിയുടെ പ്രതികരണം. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വിവിധ പ്രമുഖരായ ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ വലിയ കുത്തൊഴുക്ക് നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാനും കഴിയുന്നുണ്ട്. 20% മുകളിലേക്ക് എത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം കേരളത്തിൽ.